പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കാണുവാനായിട്ട് ഇടയായി. നമുക്കറിയാം, ഇന്ത്യയിൽ അനവധി മതങ്ങളുണ്ട്. ഈ മതത്തിലെല്ലാം വിശ്വസിക്കുന്നവർ അനേകരാണ്. അവരുടെ ദൈവങ്ങളെ കുറിച്ച് അവരോട് ഒരു നല്ല ഗുണങ്ങൾ പറയാൻ പറഞ്ഞാൽ ആ മതത്തിലുള്ള ആളുകൾ അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഉദാഹരണത്തിന്, ഒരു ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോട് യേശുവിനെ കുറിച്ച് ഗുണങ്ങൾ പറയാൻ പറഞ്ഞാൽ 24 മണിക്കൂറും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എണ്ണിയാൽ തീരാത്ത ചെറുതും വലുതുമായ പ്രവാചകരും സുവിശേഷകരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണിയാൽ തീരാത്ത, കണക്കില്ല, എണ്ണിയാൽ തീരാത്ത ജനങ്ങളും കേൾവിക്കാരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സംസാരിക്കാൻ പ്രായമായ ഒരു ക്രിസ്ത്യൻ കുഞ്ഞിനോട് യേശു ആരാണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിൻ്റെ ചെറിയ അറിവ് വെച്ച് അവൻ പറയും, യേശു എൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ എൻ്റെ പാപത്തിനും എൻ്റെ ശാപത്തിനും വേണ്ടി കുഞ്ഞാട് ബലിയായതെന്ന് ആ കുഞ്ഞ് പറയും. അവൻ്റെ ആ ഉള്ള അറിവ് വെച്ചിട്ട് ആ കുഞ്ഞ് സംസാരിക്കും. അതാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്. ഇവിടെ എം അക്ബർ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ ഏതോ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത്, യേശു ക്രൂശീകരിക്കപ്പെട്ടു, ലോകത്തിന് ശാപമായി എന്നുള്ള വിശ്വാസത്തെ നീക്കിക്കളഞ്ഞ് യേശുവിനെ ശുദ്ധീകരിച്ചത് പരിശുദ്ധ ഖുർആനാണ്. അക്ബറെ, ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുന്ന ഒരു ക്രിസ്ത്യൻസ് അവൻ അറിയാതെ തന്നെ ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തെ. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് യേശുവാണ് വചനം, അത് ദൈവമാണ് വചനം. അവൻ മറിയയുടെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, പാപമൊഴികെ മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. ഓരോ വിശ്വാസികൾക്കും അവരുടെ പാപത്തെയും ശാപത്തെയും പിശാചിനെയും ജയിപ്പാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു 3-ാം ദിവസം മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ മധ്യേ വസിക്കുന്നു. ഇത് പറയാൻ ഒരു ഖുർആന്റെ ആവശ്യവും അക്ബറെ ഒരു ക്രിസ്ത്യാനിക്കുമില്ല. തൻ്റെ ഇടമായിട്ട് എവിടെ നിന്നും ഏത് സ്ഥലത്ത് നിന്നും എപ്പോൾ വേണമെങ്കിലും പറയാനുള്ള ധൈര്യം ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട് അക്ബറെ. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കണം. താങ്കൾക്കാണ് തെറ്റുപറ്റിയത്. താങ്കൾ ഖുർആൻ എന്നാ ഉണ്ടായതെന്നൊക്കെ താങ്കൾക്കറിയാം. ഏതാണ്ട് 1400 വർഷമൊക്കെ ആയിട്ടുള്ള ഈ ഖുർആൻ, അതൊക്കെ തട്ടിക്കൂട്ടിയ സംഭവമാണ്. ഇനി താങ്കളുടെ അടുത്ത വാദം, യേശു പ്രവചിച്ച എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയിൽ പൂർത്തീകരിച്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കാര്യം പോലും 40-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ വന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്ന പരിശുദ്ധാത്മാവിൽ യേശു ഈ പറഞ്ഞ ഒരു കാര്യം പോലും പൂർത്തീകരിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ യേശു പ്രവചിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അക്ബറെ, മുഹമ്മദിനെ പറ്റി ആണ് പറഞ്ഞതെന്ന് പറയുന്നു. ഇവിടെ യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത്, അതായത് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം, അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഗുണങ്ങൾ നിങ്ങളുടെ മുഹമ്മദിനുണ്ടോ എന്ന്, മുഹമ്മദ് നബിക്കുണ്ടോ എന്ന് അക്ബറെ താങ്കളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന മുസ്ലിങ്ങൾക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 6-9, നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ച പാപം വരുത്തിയാൽ അതിനെ വെട്ടിക്കളഞ്ഞ് നീ അംഗഹീനനായിട്ട് സ്വർഗരാജ്യത്തിൽ വരിക. നിന്റെ കണ്ണാണ് പാപം ചെയ്തെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയും. എന്ന് വെച്ചാൽ 2 അവയവങ്ങളും പൂർണ്ണമായി നീ പാപം ചെയ്ത് നീ നരകത്തിൽ പോകുന്നതിന് പകരം ഒരു കൈയുള്ളവനായിട്ട് നീ സ്വർഗരാജ്യത്തിൽ വാ. നിന്റെ കണ്ണാണ് നിനക്ക് പാപഹേതുവെങ്കിൽ അതിനെ നീ ചൂഴ്ന്നെടുത്ത് കളയാം. എന്നിട്ട് ഒറ്റക്കണ്ണനായി നീ സ്വർഗരാജ്യത്തിൽ. എന്ന് വെച്ചാൽ ഒരു ശരീരത്തിൽ നിന്റെ ഏത് പാർട്സാണോ, ഏത് അവയവമാണോ പാപം ചെയ്യുന്നത്, ആ പാപം ചെയ്യുന്ന ആ അവയവത്തെ നീ കട്ട് ചെയ്യണം.
അതുപോലെ ചെയ്യുന്നതാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയോട് കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അവനിൽ നിന്നും ഒരു വേർപാടുണ്ടാവണം. അത് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളുടെ യേശു ഞങ്ങളെ പഠിപ്പിച്ചത്. അവനിൽ നിന്നൊരു അകൽച്ച ഉണ്ടാവണം. എന്ന് വെച്ചാൽ അവന് വെറുക്കാനല്ല, അവൻ്റെ പാപത്തെ വെറുത്ത് അവനെ സ്നേഹിച്ച് വചനം കൊടുക്കുകയും എന്നാൽ ഒരു ക്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഇത് തന്നെയാണ് ഒരു ശരീരത്ത് ഈ കൈയാണ് പാപം ചെയ്യുന്നത്, ഒരുത്തിനെ ഉപദ്രവിക്കുന്നത്, ഒരുത്തിനെ കൊല ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്രമിക്കുന്നത്. അക്രമ സ്വഭാവം എൻ്റെ കൈകൊണ്ട് ഇത് വെട്ടിയെടുത്ത് കളഞ്ഞ് നീ സ്വർഗരാജ്യത്ത് വരാനാണ് പറയുന്നത് കർത്താവ്. എന്ന് വെച്ചാൽ നിന്റെ പാപം ഒരിക്കലും സ്വർഗരാജ്യത്ത് വസിക്കുന്നില്ല എന്നാണ്. അശുദ്ധൻ ഒരിക്കലും സ്വർഗരാജ്യത്ത് വസിക്കുന്നില്ല, ഇടമില്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:28 ഒരു സ്ത്രീയെ ആസക്തിയോടു കൂടി നോക്കിയാൽ പോലും അവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവ് ബൈബിളിലൂടെ. അപ്പോൾ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ അക്ബറിന് മനസ്സിലായല്ലോ. ഈ ഗുണങ്ങൾ മുഹമ്മദ് നബിക്കുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. ഖുറാനിൽ ഉണ്ടോ? ഈ ചോദ്യം അക്ബർ അല്ലെങ്കിൽ കേൾക്കുന്നവർ മറുപടി തരേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഖുറാനിൽ അൽ അഖ്സാബ് 33 അതിൻ്റെ 50 ഇതിൽ വായിക്കുമ്പോൾ മുഹമ്മദ് നബിയെ നീ പ്രതിഫലം കൊടുത്തിട്ടുള്ളവരായ നിനക്ക് എടുക്കാം. അതായത് ഭാര്യമാരെ ഒന്നിൽ കൂടുതൽ നിനക്ക് എടുക്കാം. നീ പ്രതിഫലം കൊടുത്തു വാങ്ങുന്ന ഭാര്യമാരെ ഒന്നിൽ കൂടുതൽ മുഹമ്മദ് നബിക്ക് എടുക്കാം. അപ്പോൾ ബഹുഭാര്യയുള്ളവൻ ഞങ്ങളങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നിനക്ക് ഏക ഭാര്യ. യേശുവാണ് പ്രവചിച്ചതെന്ന് അക്ബറെ താങ്കൾ പറഞ്ഞതാണ്. പറഞ്ഞു മനസ്സിലായോ? ഒരു ക്രിസ്ത്യൻ വിശ്വാസിക്ക് ഏക ഭാര്യ, ഏക ഭർത്താവ്. അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ അത് വ്യഭിചാരമായി മാറിയില്ലേ? ഇദ്ദേഹത്തെയാണോ? ഇനി അടുത്ത് തരാം. അതിൽ 2 ഖണ്ഡിക 33:50 2 ഖണ്ഡിക അടിമ സ്ത്രീകളെയും, അതായത് യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന അടിമ സ്ത്രീകളെയും നിനക്ക് എടുക്കാം. അപ്പോൾ യുദ്ധത്തിൽ പിടിക്കാൻ പോകുമ്പോൾ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ കൊന്നിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടല്ലേ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അവരെ നിനക്ക് ഉപയോഗിക്കാം, മുഹമ്മദ് നബിക്ക് ഉപയോഗിക്കാം. 3 ഖണ്ഡിക നിന്റെ ഉപ്പാമ്മയുടെയും ഉമ്മുമ്മാമ്മയുടെയും സഹോദര പുത്രന്മാരുടെയും ഒക്കെ പെണ്ണുങ്ങളെ ഉപയോഗിക്കാം, എടുക്കാമെന്നാണ് പറയുന്നത്. പുത്രിമാരെ എടുക്കാം. 4 ഖണ്ഡിക സത്യവിശ്വാസികൾ, അതായത് മുസ്ലിങ്ങളുള്ള സത്യവിശ്വാസികൾ നബിക്ക് ദാനം ചെയ്യണം. ഇത് ക്രിസ്ത്യൻസിനില്ല. അപ്പം ഞങ്ങളുടെ യേശുവാണോ അന്ന് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് പ്രവചിച്ചത് ഈ മുഹമ്മദിനെയാണോ? ഇനി അടുത്തത് തരാം. അതിൻ്റെ 51 മുഹമ്മദിന് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം, ഉദ്ദേശിക്കുന്നവരെ നിന്നിലേക്ക് അടുപ്പിക്കാം. അതിൻ്റെ 55 മുഹമ്മദിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുറവും ഉണ്ടാകരുത്. അതായത് പിതാക്കളെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ ആരെ വേണമെങ്കിലും എടുക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ 33:59 ഇങ്ങനെ പറയുന്നത്, നബിയെ നിന്റെ ഭാര്യയോടും പുത്രിമാരോടും വിശ്വാസികളുടെ സ്ത്രീകളോടും അവരുടെ മേൽവസ്ത്രം താഴത്തേക്ക് ഇടണം. ഒന്ന് ചിന്തിച്ചു നോക്കി. മേൽവസ്ത്രം താഴത്തേക്ക് ഇട്ടാൽ പിന്നെ ഇനി എന്തായി? എനിക്കറിയത്തില്ല. ഇതൊന്ന് പറയാൻ നമുക്ക് ഉളുപ്പുണ്ട്. അതുകൊണ്ടാണ് കേൾക്കുന്നവരൊന്ന് ചിന്തിക്കും. ഈ ഖുറാനാണോ ഞങ്ങളുടെ യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? ഞങ്ങളുടെ ഈ യേശു പരിശുദ്ധ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൽ വന്ന മുഹമ്മദിനെയാണോ പ്രവചിച്ച അക്ബറെ? ഇനി അതിൽ ഏറ്റവും വലിയ രസമുണ്ട്. നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കേട്ടു, ദാവീദിന് യേശു കൂട്ടിക്കൊടുപ്പുകാരനാണ്. കൂട്ടിക്കൊടുപ്പ് ആരാന്ന് പറയട്ടെ. 33:37 അതായത് തരാം. അൽ അഖ്സാബ് 33:37 അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തതും നീ ഔദാര്യം കാണിച്ചതുമായ ഒരാളോട്, അതായത് സൈദിനോട്, നീ നിന്റെ ഭാര്യയെ സൈനബയെ വിവാഹമോചനം നടത്താതെ നിന്റെ ഭാര്യയായി തന്നെ വെച്ചിരിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. സയ്യിദ് എന്ന് പറയുന്ന ആള് മുഹമ്മദിൻ്റെ പുത്രനാണ്, അതായത് വളർത്ത പുത്രനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സൈനബ. ഈ സൈനബയെ കണ്ടപ്പോൾ മുഹമ്മദിന് എന്താ എത്ര തോന്നൽ? ഞങ്ങൾക്ക്
ഞങ്ങൾക്കത് പറയാൻ വരെ ഞങ്ങൾക്കത് അറപ്പുണ്ട്, അങ്ങനെയൊക്കെ സംസാരിക്കാനേ ഞങ്ങൾക്കത് അറപ്പുണ്ട്. ഞങ്ങളുടെ കൾച്ചറിന് ചേർന്നല്ല, ഒരു ക്രിസ്ത്യൻസിൻ്റെ കൾച്ചറിന് ചേർന്നല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കുറച്ച് അറപ്പുണ്ട്. അപ്പോൾ ഈ സയ്യിദിൻ്റെ ഭാര്യ, സയ്യിദ് മുഹമ്മദിൻ്റെ പോറ്റുമകനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയുവാണ്, സയ്യിദ് നിൻ്റെ ഭാര്യ നീ വിവാഹമോചനം നടത്തരുത്, എന്നാൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. അതിൻ്റെ 37 മൂന്നാം ഖണ്ഡിക, 33 അതിൻ്റെ അക്സാഖിൻ്റെ 37 മൂന്നാം ഖണ്ഡിക വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: നീ പേടിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ അള്ളാഹുവാണ്. എന്നിരിക്കെ സയ്യിദിൻ്റെ ഭാര്യയെ സൈനബയെ വിവാഹമോചനം നടത്തുകയും അവരെ മുഹമ്മദ് നബിക്ക് വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൽ നിന്ന് വിവരം നബി അറിഞ്ഞു, അത് പുറത്തു പറഞ്ഞു. അപ്പം ഈ നബിയും മുഹമ്മദും അള്ളാഹു ഒത്തുകൊണ്ടൊരു കളിയല്ലായിരുന്നു ഈ പെണ്ണിനെ സ്വന്തമാക്കാൻ. ഇതൊക്കെയാണോ ഞങ്ങളുടെ യേശു നിങ്ങളുടെ മുഹമ്മദിനെ പറ്റി പ്രവചിച്ചത്? എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇങ്ങനെ വിവരക്കേട് എഴുന്നള്ളിക്കില്ലേ? നിങ്ങളുടെ ഖുർആൻ ഉയർത്തണമെങ്കിൽ ഉയർത്തിക്കോ, ഞങ്ങൾക്കതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ യേശു പറഞ്ഞിട്ട് യേശുവിനെ നിങ്ങൾ ഇത് വെച്ച് മഹത്വപ്പെടുത്തണ്ട. യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ക്രിസ്ത്യൻസ് ഉണ്ട്. പണ്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അത് കേട്ടിരിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒത്തിരി ദൈവമക്കൾ അരമുറുക്കി ഇറങ്ങി. ഞങ്ങൾ ബോംബിടാനും വാളുകൊണ്ട് വെട്ടാനുമല്ല, ദൈവം ഞങ്ങൾക്ക് തന്ന ജ്ഞാനത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ ഖുർആനും നിങ്ങളുടെ പുരാണങ്ങളും വെച്ച് അടിക്കാൻ, ഈ ചുമരയിൽ ഒട്ടിക്കുന്നൊക്കെ പിള്ളേർ പറയില്ല, അതുപോലെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുന്നള്ളിക്കുക നിങ്ങൾ തന്നെ ചെയ്യും. അപ്പം നബിക്ക് ആരാണ് ഇപ്പോൾ കൂട്ടിക്കൊടുത്തത്? അള്ളാഹു അല്ലേ. പോറ്റുമകൻ്റെ ഭാര്യ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മക്കളായിട്ട് കാണത്തുള്ളൂ. ഇനി ഐഷയെ 3 വയസ്സുള്ള കൊച്ചിനെ കാണുമ്പോൾ അല്ലെങ്കിൽ 5 വയസ്സുള്ള കൊച്ചിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. എവിടെ എന്തുവായി? 5 വയസ്സും 10 മാസം പ്രായമുള്ള ഐഷേനെ കെട്ടി. ഇതാണോ യേശു ക്രിസ്തു പ്രവചനം കൊടുത്ത മുഹമ്മദ്? അതോ എനിക്കറിയത്തില്ല. ഇനി പോറ്റുമകൻ്റെ ഭാര്യ വിവാഹം കഴിച്ചാൽ ജനങ്ങളിൽ നിന്ന് ആരോപണമുണ്ടാകുമെന്ന് നബി ഭയപ്പെട്ടിരുന്നു. മുഹമ്മദ് നബി ഭയപ്പെട്ടിരിക്കുന്നു. അത് പോറ്റുമകൻ്റെ ഭാര്യയാണല്ലോ സൈനബെ. അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ഈ മുഹമ്മദ് ഭയപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയേറെ മ്ലേച്ഛത ഉള്ള ഇതാണോ? അപ്പോൾ ഈ അക്ബറയാണോ പെന്തക്കോസ്ത് നാളിൽ വന്ന പരിശുദ്ധാത്മാവ് മുഹമ്മദിനെ യേശു പ്രവചിച്ചു എന്ന് അക്ബറെ താങ്കൾ പറഞ്ഞത് ഈ യേശുവിനെയാണോ അതോ വേറെ യേശുവിനെയാണോ? എനിക്കറിയത്തില്ല. വേറെ യേശുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒന്നും പറയാനില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ അത്യുന്നതനായ പൊന്നു തമ്പുരാൻ യേശു ക്രിസ്തു, ഞങ്ങളുടെ ഏക ദൈവം, ഏക രക്ഷകൻ, ഈ ദൈവം മുഹമ്മദിനെ പറ്റി ഇങ്ങനൊരു പ്രവചനം നടത്തിയത് ഈ സ്വഭാവമുള്ള മുഹമ്മദിനെയാണോ? സൂചീകരണത്തിന് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാതെ ദൈവം തമ്പുരാൻ അത്ഭുതകരമായി തന്റെ ദാസനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അതെ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടു. 4 സുവിശേഷ ഭാഗങ്ങളിലും, അതായത് വിശുദ്ധ മത്തായി സുവിശേഷം 27:35, മർക്കോസ് 15:24, ലൂക്ക 20:23-33, യോഹന്നാൻ 19:23, അതുപോലെ അപ്പോസ്തലന്മാർ, എല്ലാ സ്ഥലങ്ങളിലും യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന യേശുവാണെന്നും വിളിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അക്ബറെ, ഖുർആൻ പറയുന്നു ക്രൂശിച്ചിട്ടില്ലെന്ന്. ഇത് തന്നെയാണ് പിശാചിനും വേണ്ടത്. നീ കല്ലിനോട് അപ്പം പറ, സങ്കീർത്തനം പറഞ്ഞ് വചനം കൊണ്ടാണ് പറഞ്ഞ്. ഇതേപോലെ അക്ബറെ പോലെ പിശാചിൻ്റെ സ്വഭാവം കൊണ്ടാണ് പറഞ്ഞത്. കല്ലിനോട് അപ്പമോ? യേശു പറഞ്ഞു മനുഷ്യപുത്രൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, വചനം കൊണ്ട് ജീവിക്കുന്നു. ഉടനെ കൊണ്ടുപോയിട്ട് നീ ദൈവപുത്രനല്ലേ, നീ താഴേക്ക് ചാട്, മാലാഖമാർ നിന്നെ പിടിച്ചോളൂ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. 3ാമത് പറഞ്ഞു സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വത്തെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ എന്നെ ഒന്നും വണങ്ങിയാൽ മതി, ഇത് മുഴുവനും ഞാൻ നിനക്ക് തരാം. ഇതല്ലേ നിങ്ങൾ പറയുന്നേ? വചനം കൊണ്ട് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു.
അപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്ന വാദം നിങ്ങൾക്കാണ് ആവശ്യം, ഞങ്ങൾക്കല്ല. കാരണം നിങ്ങൾ അങ്ങനെ വാദിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും ക്രിസ്ത്യാനിയുടെ പാപത്തിന് മോചനമില്ല, ഞങ്ങളുടെ ദൈവം ലോകത്തെ ജയിച്ചവനാണ്, ഞങ്ങളുടെ യേശു പിശാചിൻ്റെ തലയെ തകർത്തവനാക്ക് പറയാൻ. ഇത് പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. ഞങ്ങളുടെ ദൈവം ശാപമായിരുന്ന ക്രൂശിൽ കയറി വിജയം വരിച്ചവനാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ സകല പാപത്തെയും ശാപത്തെയും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പിശാചിൽ നിന്ന് ജയമെടുത്തവനാണ് ഞങ്ങളുടെ ദൈവം. ഇത് പറയാൻ അക്ബറ ഞങ്ങൾക്ക് ഭയമില്ല. യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല, ഇനി യേശു ജനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞിറങ്ങും. അപ്പം ഇതിൽ നിന്നൊക്കെ ക്രിസ്ത്യാനികളായ ഞങ്ങൾ എതിർത്ത് നിന്നേ പറ്റത്തുള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.